അതിനൊന്നല്ല, ഇവിടെ നല്ലൊരു കൂട്ടായ്മ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലാവുന്നു. കണ്ടിങ്ങനെ ഇരിക്കുക, അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. നിങ്ങൾക്കറിയോ ക്ഷേത്രത്തിൽ എപ്പോഴും പ്രാർത്ഥിച്ചാലാ ഇവിടെ ഈ വിളക്ക് പൂജയ്ക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തമാശയാണ്. എന്താണെന്നറിയോ, ഊണയൊക്കെ ഇരിക്കുക പോകും, പെട്ടെന്ന് ദൂരത്തുനിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു മേശ ഉണ്ടാവും, പിന്നെ ചൂടുണ്ടാവും, അതിലിരുന്നിട്ട് ഗംഭീര വിളക്ക് പൂജ. നിങ്ങൾക്കറിയോ ഒറ്റക്കാലിന് തപസ് ചെയ്തിട്ടുണ്ട് ഈശ്വര സാക്ഷാത്കാരണത്തിന് വേണ്ടിയിട്ട്. ഒറ്റക്കാലിൽ തപസ് ചെയ്തിട്ടുണ്ട്. ഇത് ഒറ്റക്കാലിലൊന്നും ചെയ്യണ്ട, ഒറ്റയ്ക്കൊന്ന് നിരത്തിരുന്നൂടെ. അത്രയും ചെയ്യാൻ പറ്റാതെ സകല സൗകര്യങ്ങളും ആലോചിച്ച് നോക്കൂ. ഭഗവാനെ നമുക്ക് ലഭിക്കണമെങ്കിൽ കേളണം, കരയണം, അനുഭവിക്കണം, തീക്ഷ്ണമായിട്ട് അനുഭവിക്കണം, തപസ് ചെയ്യണം. എന്താ തപസ് എന്ന് പറഞ്ഞാൽ? തപം എന്ന് പറഞ്ഞാൽ ചൂടാണ്, ചൂടാവണം നമ്മള്. ഇപ്പൊ സുഖിച്ചു കൊണ്ടൊന്നും സാധ്യമല്ല. നിങ്ങൾ ഒരു കഥ കേട്ടിട്ടുണ്ടോ? വളരെ വിചിത്രമായ, വളരെ നമ്മൾക്കൊരു മാതൃകയായിട്ടുള്ളൊരു കഥയാണ്. രണ്ട് സർവേ കല്ലുകൾ ഉണ്ടായിരുന്നു. ഈ സർവേ കല്ലുകളോട് ഒരു ദിവസം ഒരു ശില്പി, വളരെ വിദഗ്ധനായിട്ടൊരു ശില്പി ഈ സർവേ കല്ലിൽ ഒന്നിനോട് ചോദിച്ചു. അത് വിശിഷ്ടമായിട്ടുള്ള ഒരു സർവേ കല്ലാണ്, ഒരു കല്ലാണ് ഈ കരിക്കല്ല്. ഈ കല്ലിനോട് ചെന്ന് ചോദിച്ചു അത്രേ, എടോ കല്ലേ, ഓ എന്തോ, നിന്നിൽ അതിമനോഹരമായിട്ടുള്ള ഒരു ശ്രീകൃഷ്ണൻ ഒളിഞ്ഞിരിക്കുന്നത് ഞാൻ കാണുന്നു. നിന്നിൽ ഒതുങ്ങിയിരിക്കുന്ന ആ ശ്രീകൃഷ്ണനെ ഞാൻ ആത്മാവിഷ്കാരം ചെയ്തു കൊള്ളട്ടെ. അപ്പൊ സർവേക്കല്ല് പറഞ്ഞത്ര, നീ ഒന്നപ്പോ എന്റെ പണി നോക്കിക്ക, ഞാൻ ഇവിടെ സ്വൈരപൂർവ്വം കടന്നോളാം. കാരണം എന്താ, ഈ സർവേക്കല്ല് സമ്മതിച്ചു വിചാരിക്കുക, ഈ ശില്പി അവന്റെ ഉള്ളി എടുക്കും, അവന്റെ ചിത്തി എടുക്കും. ഈ സർവേക്കല്ലിന്റെ മുകളിൽ എത്രങ്ങാനും അടിയടിക്കണം അല്ലേ, ചെത്തി 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 എന്തൊരു പ്രയാസം ആലോചിച്ച് നോക്കൂ. ഇതൊന്നും ഈ വക ബാധ്യത ഒന്നും വയ്യ, ഞാൻ ഇവിടെ പണ്ടത്തെ മാതിരി ഇരുന്നോളാം എന്ന് സർവേക്കല്ല് പറഞ്ഞു. അടുത്ത സർവേക്കല്ലിന്റെ അടുത്ത് പോയി ഈ ശില്പി അദ്ദേഹത്തിനോട്, ആ സർവേക്കല്ലിനോട് ചോദിച്ചു, സർവേക്കല്ല്, ഞാൻ നിന്നിൽ ഒരു അതിമനോഹരമായ ശ്രീകൃഷ്ണ വിഗ്രഹത്തെ കാണുന്നു, ഞാനത് ആവിഷ്കരിച്ചെടുത്തോട്ടെ, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ആ സർവേക്കല്ലിൽ ഈ ശില്പി എന്ത് കാട്ടി? കൃഷ്ണനല്ലാത്ത ഭാഗങ്ങളെ മുഴുവൻ ചെത്തി ചെത്തി കളഞ്ഞു. കൃഷ്ണനല്ലാത്ത ഭാഗങ്ങളെ മുഴുവൻ ചെത്തി ചെത്തി കളഞ്ഞു. നമ്മളല്ലാത്ത എന്തെല്ലാം ഭാവങ്ങളാണ് നമ്മളിലുള്ളത് അല്ലേ? ഞാൻ അധ്യാപകനാണ്, ഞാൻ വക്കീലാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ കോടീശ്വരനാണ്. ഇതൊക്കെ ചെത്തിക്കളയുന്ന സമയത്താണ് നമ്മളിലുള്ള ഈശ്വരന്റെ ആത്മാവിഷ്കാരം നടക്കുന്നത്. അങ്ങനെ ശില്പി ആ കല്ലിലെ കൃഷ്ണനല്ലാത്ത ഭാഗങ്ങളെ മുഴുവൻ ചെത്തി ചെത്തി കളഞ്ഞപ്പോൾ എന്തുണ്ടായി? ആ സർവേക്കല്ല് എന്തായി മാറി? അതിമനോഹരമായിട്ടുള്ള ഒരു ശ്രീകൃഷ്ണ വിഗ്രഹമായി മാറി. ആ ശ്രീകൃഷ്ണ വിഗ്രഹത്തെ നമ്മളെ പോലെയുള്ള ഭക്തജനങ്ങൾ കണ്ടു. അവരെന്ത് ചെയ്തു അറിയോ? ഈ വിഗ്രഹം ഇവിടെ കടക്കാനുള്ളതല്ലല്ലോ, നോക്കി നോക്കൂ, അതിമനോഹരമായ ഒരു കുന്ന് നോക്കി നോക്കൂ, പച്ച വിരിച്ച ഒരു കുന്ന്. ആ കുന്നിന്റെ മുകളിൽ നമുക്കൊരു ക്ഷേത്രം പണിഞ്ഞാലോ? ഈ സർവേക്കല്ലിൽ നിന്ന് വിരിഞ്ഞ് വന്ന ആ ശ്രീകൃഷ്ണ വിഗ്രഹത്തെ ആ കുന്നിന്റെ മുകളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു. അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. ഭക്തജനങ്ങളുടെ ഒഴുക്കായി, പൂജയായി, ആഘോഷങ്ങളായി, ഉത്സവങ്ങളായി. ആ ഒന്നിനും പറ്റാത്ത സർവേക്കല്ല് ആരാധ്യ ദേവതയായി മാറി. എന്തുകൊണ്ട്? ഗുരുനാഥനായിട്ടുള്ള ശില്പിയുടെ മുൻപിൽ സർവവും സമർപ്പിച്ചതിന്റെ സത്ഫലം. ഇവിടെ ആദ്യം സമ്മതിക്കാത്ത ഗുരുവാകുന്ന ശില്പിയുടെ മുമ്പിൽ സമർപ്പിക്കാത്ത ആ സർവേക്കല്ലിന്റെ സ്ഥിതി എന്താണെന്നറിയോ? ഈ അമ്പലത്തിലേക്ക് കയറിപ്പോകുന്നവർക്ക് ആദ്യത്തെ ചവിട്ടുകല്ലായി മാറി. ഈ ചവിട്ടുകല്ലായി മാറണോ നമ്മള്, അതോ ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആരാധ്യ ദേവതയായിട്ടുള്ള വിഗ്രഹമായി മാറണോ? നമ്മളാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ ഇരുന്ന് തീരുമാനിക്കണം. ആ സമസ്ത ചൈതന്യത്തിന്റെയും ഉറവിടമായ നമ്മളൊക്കെ ആ അതായി മാറാൻ നമുക്ക് ഈ ദേവനെ പ്രാർത്ഥിച്ചാൽ സാധിക്കും. പക്ഷെ പ്രാർത്ഥിക്കുന്നത് പ്രവൃത്തിയിലൂടെ ആയിരിക്കണം. പ്രാർത്ഥന കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. പ്രാർത്ഥന പ്രവൃത്തിക്കുള്ള എന്തായിരിക്കണം? ഒരു മാർഗരേഖയായിരിക്കണം. പ്രാർത്ഥനയല്ല, പ്രവർത്തനമാണ്. എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ചിന്താഗതിയായിരിക്കണം പ്രാർത്ഥന. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും, സാധിക്കില്ല എന്നൊക്കെ പറയും, അതൊന്നും പറ്റില്ല, നേരം ഉണ്ടാവില്ല എന്നൊക്കെ പറയും. ഞാനും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, സമയമില്ലാട്ടോ. അങ്ങനെ ഒരു ദിവസം എന്നോടൊരു അധ്യാപകൻ പറയും, എല്ലാ ആഴ്ചയിലും പറയും, നാരായണാങ്കട അമ്പലത്തിലേക്ക് സാമൂഹ്യാരാധനയ്ക്ക് വരൂ, സഹസ്രനാമത്തിന് വരൂ. അയ്യോ, ഈ
ഇന്ന് പറ്റിയില്ല കേട്ടോ, അങ്ങനെ ഒരാഴ്ച പറയും. ഒരു ദിവസം ഈ കാലൊന്നും അങ്ങോട്ട് മടങ്ങി, ഒന്നവിടെ ഒടിഞ്ഞു, പ്ലാസ്റ്റർ അങ്ങോട്ട് ഇട്ടു, കടക്കായി. അപ്പൊ ഇദ്ദേഹം വന്ന് എൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് ചോദിച്ചു, നാരായണ ഇപ്പൊ ധാരാളം സമയമുണ്ടല്ലേ, ഒരു സമയം കിട്ടി അല്ലേ? ഒരു സമയമില്ല പറഞ്ഞ പോലെ നിങ്ങളൊന്നും ഒന്നിനും സമയമില്ല എന്ന് പറയുന്ന നിങ്ങൾ ഒരു ദിവസം, നമ്മളൊരു ദിവസം ഒരു മെഡിക്കൽ കോളേജിൽ പോയി നോക്കണം. വെള്ളം പോവാൻ, ഭക്ഷണം കൊടുക്കാൻ കുഴല്, മൂത്രം പോവാൻ കുഴല്, മലം പോവാൻ കുഴല്, സർവാംഗം കുഴല്. എത്ര ദിവസമായി ഇങ്ങനെ കിടക്കണോ? ഒന്ന് കണ്ടുകൂടെ, ദൈവത്തിനൊന്ന് കണ്ണു വീഴ്ചൂടെ, എന്താ കൊണ്ടേക്കൂടെ എന്നാണ്. എത്ര സമയം അവർക്ക് ആ ദുരിതങ്ങളൊക്കെ തീരണമെങ്കിൽ. പൂജ ചെയ്യാൻ നേരമായി, ഭഗവാനെ പൂജ ചെയ്യാൻ നമുക്ക് നേരമായിരിക്കുകയാണ്. അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഒരു ഗ്രാമത്തിൽ ഒരു ക്ഷേത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, ആ ഗ്രാമത്തിലുള്ളവർ മുഴുവൻ, ഈ തന്ത്രി ഇവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ ഈ ദേവനോടൊരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത് അറിയോ? ഈ ഗ്രാമത്തിലുള്ളവരെ മുഴുവൻ അനുഗ്രഹിച്ചാലും ഭഗവാൻ അത് കാത്തിരിക്കുകയാണ്. എൻ്റെ ഭഗവാൻ മക്കളൊന്ന് വരണ്ടേ ഇങ്ങോട്ട്, ഒന്ന് അനുഗ്രഹിക്കാൻ മുട്ടിയിരിക്കുക മൂപ്പര്, ഒന്ന് അനുഗ്രഹിച്ചായ. പക്ഷെ ഈ വഴിക്ക് പോകൂല, അതേ പോകുമ്പോ ഒന്ന് സെലോട്ട് അടിക്കാം അല്ലേ? ബസ്സിലൊക്കെ ഇരിക്കുമ്പോ നല്ല തമാശയാണ് കേട്ടാ. എടുത്തിരിക്കുന്ന ആള് കഴുത്തിലും മാന്തിയ തീരുമാനിക്കാൻ ഇവിടെ അമ്പലം ഒറ്റ മാന്തല. നല്ലത് അത്രയും കൂടി അങ്ങനെ ഒരു ചിന്ത ഉണ്ടല്ലോ, വളരെ നല്ലത്. പക്ഷെ അതൊന്നല്ല ക്ഷേത്രം. നമ്മൾ ഉപാസകരായി മാറണം, ഉപാസന എന്ന് പറയുന്നത് ഭഗവാന്റെ അടുത്തിരിക്കലാണ്. നമ്മൾ പട്ടിണി കടന്ന് അല്ലേ? ഏകാശി ഇവിടെ എന്നോട് ചോദിക്കും, ഏകാശി ഉണ്ടോ? പിന്നെയോ ഏകാശി ഇല്ലേ? അപ്പൊ രാവിലെ ഒന്നും കഴിച്ചില്ലേ? ഞാൻ നാലഞ്ച് ഇഡ്ഡലി കഴിച്ചു. നമ്മൾ നമ്മുടെ ഈ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ടൊന്നും ഈശ്വരനെ ആരാധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളത് ചെയ്യുന്നത് വളരെ നല്ലത്. എന്തിനാ ഭക്ഷണ നിയന്ത്രണം എന്നറിയോ? ഇതിന്റെ ശാസ്ത്രീയത എന്താ അറിയോ? എന്തിനാ നമ്മൾ ഭക്ഷണം നിയന്ത്രിക്കുന്നത്? ഭക്ഷണം അമിതമായി കഴിച്ചാൽ ശരീരത്തിന്റെ ആവേഗങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. വയറു നിറച്ച് ഗംഭീരമായിട്ട് ഊണ് കഴിച്ചു, നല്ല വെള്ളവും കുടിച്ചു, ഒരു 4 മണിക്കൂർ ക്യൂ നിൽക്കാത്ത സ്ഥിതി ഉണ്ടാവും. ഇവിടേക്ക് 1 തോന്നും 2 തോന്നും, ആകെ കൂടി പിരിപാലായി അല്ലേ? ഇല്ലെങ്കിൽ ഉറക്കം വരും. അപ്പോൾ ശരീരത്തിന്റെ ആവേഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അല്ലാണ്ട് ഭഗവാൻ നിങ്ങളാണ് പട്ടിണി ഇരുന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ പേരിൽ എത്ര ദിവസം പട്ടിണി ഇരുന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് പിന്നെ ഒരു പ്രത്യേക അനുഗ്രഹം, അങ്ങനെയല്ല. നമ്മുടെ ഭഗവാൻ ഈശ്വരനെ നമ്മൾ പേടിക്കുകയേ വേണ്ട. ഈശ്വരൻ നമ്മുടെ സ്വന്തമാണ്. ഈശ്വര ആരാധന എന്ന് പറയുന്നത് പീഡിപ്പിച്ചുകൊണ്ടാകരുത്, സ്വയം പീഡിപ്പിച്ചുകൊണ്ടാകരുത്, ആസ്വദിച്ചു കൊണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നാമജപം ഏറ്റവും നല്ലതാണ്. ഇനി നാമജപത്തിന്റെ പ്രകാശ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒന്ന് ഊണ് കഴിക്കാൻ ക്ഷണിച്ചു. അദ്ദേഹത്തിന്റെ പിറന്നാളാണ്. അദ്ദേഹം ഓരോന്നിങ്ങനെ വിളമ്പാൻ തുടങ്ങി. അങ്ങനെ എലിശ്ശേരി വിളമ്പിയത് ഞാൻ ചാടി കയറി എടുത്തിട്ട് അകത്തേക്ക് ഇട്ടു. അപ്പൊ പ്രകാശിന് തോന്നി, നാരായണേട്ടന് ഈ എലിശ്ശേരി നല്ല ഇഷ്ടമാണ്, കുറച്ചും കൂടെ വിളമ്പി അതും കഴിച്ചു. പിന്നെയും വിളമ്പി അതും കഴിച്ചു. സദ്യ കഴിഞ്ഞു നോക്കിയപ്പോ എൻ്റെ ഇലയില് ചക്കപ്രഥമൻ, അടപ്രഥമൻ, പിന്നെ ഓരോ ചക്കര, അതൊക്കെ സകലെണ്ണവും ബാക്കിയില്ല. എലിശ്ശേരി മാത്രം ഒട്ടും ബാക്കിയില്ല. 4ഓ 5ഓ തവണ വിളമ്പിയാണ് കേട്ടോ. അതിൻ്റെ അർത്ഥം എന്താ മോളെ? എന്താ മനസ്സിലായി? എനിക്ക് ഏറ്റവും ഇഷ്ടം എലിശ്ശേരിയാണ്. മിടുക്കൻ. എന്താ എൻ്റെ പേര്? തന്നെ. അതിൻ്റെ അർത്ഥം അതാണ്. നിങ്ങളിവിടെ പായസം വഴിപാട് കഴിക്കണില്ലേ? ഇല്ലേ? വീട്ടിലുള്ള പരമാവധി വലിയ തൂക്കാത്രം കൊണ്ട് വരില്ലേ? പരമാവധി വലിയ തൂക്കാത്രം കൊണ്ട് വരും. ഇതിൽ കുറച്ച് കുറഞ്ഞാൽ 300 റുപ്യ കൊടുത്തിട്ടാട്ടോ. അര പാത്രമുണ്ട്. ഒരു കഷ്ടമാണ്. ഈ കണക്കിന് അടുത്ത മാസം തൊട്ടിട്ട് ഞാൻ തരില്ല. നിങ്ങളല്ല ഞങ്ങളുടെ നാട്ടിൽ. അതൊക്കെ അങ്ങനെ പറയാത്തവരാണ്. അതെ. പിന്നെ പായസം കൊണ്ടുപോകാൻ കിട്ടും. അട വഴിപാട് ചെയ്താലും കൊണ്ടുപോകാൻ കിട്ടും. അപ്പം വഴിപാട് ചെയ്താലും കൊണ്ടുപോകാൻ കിട്ടും അല്ലേ? ബാക്കി കുറച്ച് കിട്ടും. നാമജപം ലളിതാ സഹസ്രനാമം ജപിച്ചിരുന്നിട്ട് വല്ലതും കൊണ്ടുപോകാൻ കിട്ടുമോ? എൻ്റെ അർത്ഥം എന്താ? ബാക്കിയൊക്കെ ഭഗവാൻ കുറച്ച് ബാക്കി വെച്ചു. നാമജപം കിട്ടിയപ്പോൾ മുഴുവൻ എടുത്തിട്ട്. ഏറ്റവും ഇഷ്ടം ഭഗവാൻ എന്താ? തീർച്ചയാണോ? എത്ര ആൾക്കാർ ഇവിടെ നാമം ചോദിക്കാൻ വരുന്നുണ്ട്? ഈ വഴിപാട് കഴിക്കുന്നവരൊക്കെ വരുന്നുണ്ടോ? അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ളത് മാത്രം കൊടുക്കാൻ നമുക്ക് ഏറ്റവും മടിയാ.
അയ്യേ, എന്നിട്ട് പറയും ഞാൻ ഭയങ്കര ഭക്തനാണ്. ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളത് കൊടുക്കാൻ മടി, എന്നിട്ട് ഞാൻ ഭയങ്കര ഭക്തനാണെന്ന് പറയും. എങ്ങനെയാ കുട്ടികളെ ഇത് ശരിയാകും? അതുകൊണ്ട് ആഴ്ചയിലൊരിക്കൽ ഈ തിരുമുറ്റത്തിരുന്ന് ജപിക്കൂ. എന്നിട്ട് ഒന്നിച്ചിട്ട് നാമം ജപിച്ചു. ഒരാൾ ജപിച്ചു കൊടുത്തിട്ട് മറ്റവർ ജപിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യൂ, നമസ്കരിക്കൂ, പ്രസാദം വാങ്ങിക്കൂ. ഇതൊക്കെ കഴിഞ്ഞാൽ കമ്മിറ്റിക്കാരോടാണ് പറയാനുള്ളത്, പുരുഷ കേസരിയോടാണ് പറയാനുള്ളത്. എന്താ കാരണം അറിയോ? ആഴ്ചയിൽ ഒരു ഞാൻ മുമ്പ് അതിൻ്റെ മുമ്പേ 5 മിനിറ്റ് കൂടി എടുക്കാം. അതിൻ്റെ മുമ്പേ ഒരു കഥ പറയാം. ഒരു 2 ജയിൽ പുള്ളികളുണ്ടായിരുന്നു. ഈ 2 ജയിൽ പുള്ളികൾക്കും ദിവസം 3 ബ്രെഡ് വീതം കൊടുക്കും. ഒരു ജയിൽ പുള്ളി ഇങ്ങനെ നല്ല ആരോഗ്യവാനായി വന്നു, മറ്റോ അങ്ങനെ എൻ്റെ മാതിരി ഉണങ്ങി ചുങ്ങിയിട്ട് വന്നു. ഇപ്പൊ ഈ ജയിൽ പുള്ളികൾക്ക് ഒരു സംശയം, അധികൃതർക്ക് ഒരു സംശയം. 2 ആൾക്കും ഒരേപോലെ ഭക്ഷണം കൊടുക്കണം. പക്ഷെ ഒരാൾ ഉണങ്ങി ചുങ്ങിക്കിട്ടാണ്, മറ്റേ ആൾ നന്നായിട്ട് വരുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താ? അപ്പൊ ദിവസവും ഈ ഉണങ്ങി ചുങ്ങിയ ആളോട് ചോദിച്ചു അത്ര അധികൃതര്, നീ ഈ ബ്രെഡ് എന്താ ചെയ്യുക, എങ്ങനെയാ കഴിക്കുക? ഞാൻ കിട്ടിയ ഉടനെ അപ്പം കഴിക്കും, ടാപ്പ് കഴുകലാണ്. പിന്നെ 2 നേരം ഒന്നുമില്ല. മറ്റേ ആളോട് ചോദിച്ചത്ര, നീ എങ്ങനെയാ കഴിക്കുക? ഞാൻ രാവിലെ ഒന്ന് കഴിക്കും, 3 എണ്ണമല്ലേ കൊടുത്തത്, ഉച്ചയ്ക്ക് ഒന്ന് കഴിക്കും, വൈകുന്നേരത്തൊന്ന് കഴിക്കും. അതുകൊണ്ട് എന്തുണ്ട്? ശരീരത്തിന്റെ ആരോഗ്യം സമീകൃതമായിരിക്കുന്നു. നമ്മുടെ കൊല്ലത്തിന് ഗംഭീര വഴിപാടാണ്. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മുടെ ഭഗവാൻ തെളിയോ? ഞങ്ങളുടെ ഭീഷണിപ്പെടുത്തല്ല. ആഴ്ചയിൽ ഒന്നും വേണ്ട, ശിവനല്ലേ പ്രദോഷം ഇല്ലേ, പ്രദോഷത്തിനെയും കൂടെ തൈക്കാലത്തിൽ ചേരും. ആ പ്രദോഷത്തിനെങ്കിലും ചേരും. ചേർന്ന് വന്നിട്ട് ലളിതാ സഹസ്രനാമം, ശിവസഹസ്രനാമം ജപിക്കാം, തുടങ്ങണം. അതിനുശേഷം കുട്ടികളെ കൊണ്ടുവരണം. കുട്ടികളെ വീട്ടിലിരുത്തരുത്. ഒരു സകല ഇവിടെ വന്നപ്പോൾ ഒരു ചെറുപ്പക്കാര പയ്യനെ കണ്ടോ? അപ്പം എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല. ഏതായാലും ഇതൊക്കെ ഒരു സാധാരണ 50 വയസ്സിൻ്റെ മേലെയുള്ളവരെ കാണലുള്ളൂ. ഈ വക കുട്ടികളെയൊക്കെ കൊണ്ടുവരണം. അതല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഭീഷണിയായി തീരും, ഒരു സംശയമില്ല. അല്ലേ നമ്മളെന്താ ചെയ്യുന്നത്? കുട്ടികൾക്ക് ആദ്യം ചോറ് ഇത് വയമ്പും ചന്ദനം അരച്ചു കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ എന്താ കൊടുക്കുക? പിന്നെ അങ്ങനെ അരച്ചു കൊടുക്കും, പിന്നെ ഉരുട്ടി കൊടുക്കും, പിന്നെ കോഴിമുട്ട കൊടുക്കും, പിന്നെ കോഴിയെ കൊടുക്കും, പിന്നെ ആരോഗ്യം ഉണ്ടാവും, അതിലും വലിയ ജന്തുവിനെ കൊടുക്കും, അല്ലേ? ഒക്കെ കൊടുക്കും. അതിന്റെ കൂട്ടത്തില് ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ അവനെ സ്കൂളിൽ കൊണ്ടുപോയി പഠിപ്പിക്കും. അവൻ ഡോക്ടറാവും, വക്കീലാവും, പോലീസാവും, അച്ഛനും അമ്മേനെയും പിടിച്ചിട്ട് റോട്ടിൽ കൊണ്ടുവരും. അങ്ങനെയല്ലേ കാരണം? എന്താ കാരണം? കൊടുക്കേണ്ടത് നമ്മൾ മാത്രം കൊടുത്തില്ല. അവിടെയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കഥ പറയുന്ന ഭഗവതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, പരമേശ്വരൻ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് എന്തായി എന്നറിയോ? അങ്ങ് ഭഗവാൻ ശ്രീരാമേന്ദ്രന്റെ കഥ എനിക്ക് പറഞ്ഞു, രാമായണം കഥ എനിക്ക് പറഞ്ഞു തരൂ എന്ന് ഭഗവാനോട് പാർവതി ചോദിച്ചപ്പോ കുട്ടികൾ ഉറങ്ങട്ടെ എന്നല്ല പറഞ്ഞത്, ബെഡ്റൂമിൽ വെച്ച് പറഞ്ഞു കൊടുക്കാന്നല്ല പറഞ്ഞത്. അടുത്തിരിക്കാനുള്ള ഭഗവാനെ മക്കളെ അടുത്തിരുത്തി, മടിയിലിരിക്കണവരെ മടിയിലിരുത്തി. അങ്ങനെ ആ കുടുംബത്തിൽ, ശിവകുടുംബത്തിൽ, ശിവന്റെ കുടുംബത്തിൽ, വസുദൈവ ലോകത്തിന്റെ കുടുംബനാഥനായിട്ടുള്ള ശിവഭഗവാൻ ഭഗവതിക്ക് വേണ്ടി, കുടുംബത്തിന് മുകൾ ലോകത്തിന് വേണ്ടി മുഴുവൻ ആധ്യാത്മിക കഥ രമിപ്പിക്കുന്ന രാമന്റെ കഥ മറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഈ കുട്ടികളെയും കൂട്ടി വരണം. ഈ സംസ്കാരം, അവർക്ക് തൊഴുകുന്ന സംസ്കാരം, അവർക്ക് പ്രദക്ഷിണം ചെയ്യുന്ന സംസ്കാരം, അവർക്ക് ദേവി മാഹാത്മ്യത്തിന്റെ സംസ്കാരം, അവർക്ക് ലളിതാ സഹസ്രനാമത്തിന്റെ സംസ്കാരം നിങ്ങൾ വേണം. സ്ത്രീകൾ വേണം, ശക്തിയാ നിങ്ങളാണ്, നിങ്ങൾ വേണം അത് ചെയ്തു കൊടുക്കാൻ. അത് പകർന്നു കൊടുക്കുന്ന ഒരു തനതായ സമ്പ്രദായം മാസത്തിലൊരു തവണയെങ്കിലും ഇവിടെ ഉണ്ടായാൽ, ഞാൻ എല്ലായിടത്തും പോയി പറയുന്നുണ്ട്, കുറേ ആൾക്കാർ ചെയ്യലില്ല, കുറച്ച് ആൾക്കാരൊക്കെ ചെയ്യലുണ്ട്. പക്ഷെ ചെയ്തവര് ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, അവരന്ന് കൃത്യമായിട്ട് തുടങ്ങിയാൽ അടുത്ത വർഷത്തിന് ഇവിടെ മഹാത്ഭുതം സംഭവിക്കുന്നു പറഞ്ഞ മാതിരി തന്നെ അടുത്ത അത്തത്തിന് അവരവിടെ സപ്താഹം നടത്തി. ഇതിൽ ഇത്രയൊന്നുമില്ല. കാരണം അതൊരു അത്ഭുതമാണ് കുട്ടികളെ. അത് എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കില്ല, നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു വരിക, സംഘചത്വം ഒന്നിച്ചു വരിക, സംഘതത്വം ഒന്നിച്ച് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഈ ഭക്ഷണം ഇത് കഴിയുമ്പോഴേക്ക് എന്ത് വേണമെന്നറിയോ? ഇവരന്ന് വീട്ടിൽ പോയിട്ട് കഴിക്കേണ്ട ഒരു സമ്പ്രദായം ഉണ്ടാകരുത്. ആ ദിവസം ഇവിടെ ഒത്തുചേരുന്ന ദിവസം വീട്ടിലെ അമ്മമാര് പറയണം, ഇന്ന് ഇവിടെ അടുക്കളയിൽ തീപ്പൊട്ടില്ല, വേണമെങ്കിൽ അങ്ങോട്ട് വന്നോളൂ.
ഒരു കഞ്ഞിയെങ്കിലും, ഒരു ഉപ്പുമാവെങ്കിലും, ഒരു ചമ്മന്തിയെങ്കിലും കൂട്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് അങ്ങനെ ഒരു അന്നദാനം കൂടി തുടങ്ങിയാൽ ഇത് കഴിഞ്ഞ് വീട്ടിൽ പോയി കടന്നുറങ്ങാനേ പാടുള്ളൂ. അങ്ങനെ ഒരു സമ്പ്രദായം നിങ്ങൾ തുടങ്ങി വെച്ചാൽ ഈ വർഷം ഇന്ന് തൊട്ടിട്ട് തുടങ്ങി വെച്ചാൽ എങ്ങനെ വേണം കമ്മിറ്റി ചിന്തിക്കണം. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ഗംഭീരമായിട്ട് കൈയടിക്കും കേട്ടോ. ഇല്ലേ? അതിൻ്റെ അർത്ഥം എന്താ പറയുക? ഈ ചെങ്ങായിക്ക് പറഞ്ഞൊക്കെ ഇവിടെ കിടക്കട്ടെ എന്ന്. ഇയാൾക്കിത് പറയുകയുള്ളൂ, ഇതൊന്നും വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അല്ല, നിങ്ങൾ കൈയടിക്കണം, വളരെ നല്ലതാണ്. പക്ഷെ അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ടത്. നിങ്ങൾ കൊള്ളാം തള്ളാം, ഏതായാലും എന്നെ ഇങ്ങനെയൊരു പ്രഭാഷണത്തിന് ക്ഷണിച്ചതിലും നിങ്ങളോട് കുറച്ച് എന്തൊക്കെ പറഞ്ഞു വെച്ചാൽ നിശ്ചയില്ല, ചിട്ടയായിട്ടൊന്നല്ല പറഞ്ഞത്, കുറേ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു. അത് നിങ്ങളെ സന്തോഷിപ്പിച്ചു എന്ന് വെച്ചാൽ അത് തന്നെയാണ് ഞാൻ 18 വയസ്സിൽ തുടങ്ങിയതാണ്. ഏതാണ്ട് 8000-ഓളം പ്രഭാഷണങ്ങളായി. നമ്മളൊരു പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ടല്ല. എന്നോട് പ്രകാശ്ജി ചോദിക്കേണ്ടായി, ഇതിൻ്റെ എന്താണ് പ്രതി എന്നൊക്കെ ചോദിക്കേണ്ടായി. അതൊന്നല്ല നമ്മുടെ ഉദ്ദേശം. നമ്മുടെ ഒരൊറ്റ കഥയും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അനുഭവങ്ങളാണ് അല്ലേ നമുക്ക് അറിവ് തരുന്നത്. ഞാൻ 80-82 മലമ്പുഴ ITയിൽ പഠിച്ച ആളാണ്. 1980-82. അപ്പം ഞങ്ങൾക്കൊരു മുഹമ്മദ് ബഷീർ സാറുണ്ടായിരുന്നു. അദ്ദേഹം വെള്ളിയാഴ്ച പള്ളിയിൽ പോകും. അപ്പോൾ അന്ന് ക്ലാസ് എടുക്കാൻ 1 മണിക്കൂറേ കിട്ടും. 2 to 3 അദ്ദേഹം ക്ലാസ്സിലുണ്ടാവുള്ളൂ. ആ ദിവസം അദ്ദേഹം എന്ത് ചെയ്യുക? ഞങ്ങൾക്ക് ക്ലാസ് എടുക്കില്ല. അദ്ദേഹം മോട്ടിവേഷൻ ക്ലാസ് എടുക്കും. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം മുസ്ലിം കുട്ടികളോട് അവരുടെ മതത്തിനെ കുറിച്ച് ചോദിച്ചു. അടുത്ത ആഴ്ച അദ്ദേഹം ക്രിസ്ത്യൻ കുട്ടികളോട് അവരുടെ മതത്തിനെ കുറിച്ച് ചോദിച്ചു. പിന്നത്തെ ആഴ്ച ആരോടാ ചോദിക്കുക? ഹിന്ദു കുട്ടികളോട് ചോദിച്ചു. അവരൊക്കെ മറ്റൊരു 2 മതക്കാരും അവരുടെ ചോദ്യങ്ങൾ, അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. 3ാമത്തെ ഞങ്ങളോട് ചോദിച്ചപ്പോൾ ആർക്കും ഒരു ഉത്തരവില്ല. ആന്നൊരൊറ്റ ഉത്തരവില്ല, ഒന്നും അറിയില്ല. അവസാനം അദ്ദേഹം ഒരു അലക്കിയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ മാത്രം കരയാൻ തുടങ്ങി. എന്താ കരയാൻ കാരണം എന്നറിയോ? അന്ന് പ്രീ ഡിഗ്രിയാണ്. വന്ന 18 കുട്ടികളിൽ ഞാൻ മാത്രം 10ാം ക്ലാസ്സും ബൈക്കൊക്കെ പ്രീ ഡിഗ്രിയാണ്. അപ്പം ഏറ്റവും ചെറിയ കുട്ടി. മറ്റവരെ എൻ്റെ സഹപാഠികളെക്കാൾ 2 വയസ്സ് കുറവ് എനിക്കുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അമ്മ പറഞ്ഞു തന്ന ഭാഗവതവും രാമായണം അവരെ അടുത്ത് വിളമ്പിയിട്ട് ഞാൻ കേമനായിട്ട് ഞെളിഞ്ഞിട്ട് അങ്ങനെ നടന്നിരുന്നു. പക്ഷെ ഇദ്ദേഹം ചോദിച്ചതിനൊന്നും ഉത്തരവില്ല. അപ്പം എനിക്ക് സങ്കടം തോന്നി. കാരണം അവരുടെ മുമ്പിൽ എനിക്കൊന്നും അറിയില്ല എന്ന് തെളിഞ്ഞു. അങ്ങനെ എൻ്റെ അഹങ്കാരമാണ് കരച്ചിലായി മാറിയത്. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോൻ കരഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനി ഇങ്ങനത്തെ ചോദ്യങ്ങളുടെ മുമ്പിൽ തല കുനിക്കാതെ കരഞ്ഞു നിൽക്കാത്ത ഒരു സ്ഥിതിക്ക് തനിക്ക് എത്താൻ പറ്റുമോ? അത് താൻ എത്തണം. മാത്രമല്ല താൻ അത് പകർന്നു കൊടുക്കണം. ചെയ്യോ ചോദിച്ചു. ഒരു നിശ്ചയമില്ലാത്ത 16 വയസ്സായി ഞാൻ പറഞ്ഞു. 15 വയസ്സ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്നും എൻ്റെ മക്കളെ ഇവിടെ ഇരുന്നിട്ട് ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര എന്ന് ജപിക്കുമ്പോൾ ആദ്യം എനിക്ക് അധ്യാപകനെയാണ് ഓർമ്മ വരുന്നത്. നമ്മൾക്ക് നിയോഗങ്ങളാണ്. നമ്മളൊക്കെ ഓരോ നിയോഗങ്ങളുടെ ഹേതുക്കളാണ്. നിങ്ങൾക്ക് സാധിക്കണം. നമ്മുടെ സംസ്കാരം, നമ്മുടെ ക്ഷേത്ര സങ്കല്പങ്ങൾ, നമ്മുടെ ആരാധനാ രീതികൾ മുഴുവൻ തന്നെ നമ്മുടെ കുട്ടികൾക്ക്, വരുന്ന തലമുറയ്ക്ക് എന്ന് പറയും. കുട്ടികൾക്കൊന്നും സമയമില്ല, ഇതിലൊന്നും താല്പര്യമില്ല എന്ന് പറയും. വെറുതെ പറയാണ്. നമ്മുടെ കുട്ടികളൊന്നും ഇവരൊന്നും പറഞ്ഞതല്ല വീട്ടിൽ ചെയ്യുന്നത്. ആണോ? അമ്മയും അച്ഛനും ചെയ്യുന്നതാണ് അല്ലേ? കുട്ടിയോട് പറയാണ്, നീ വെള്ളം കുടിക്കരുത് കേട്ടോന്ന്. അച്ഛൻ വൈകുന്നേരത്ത് വരാൻ 4 കാലിലുമ്മയാണ് ഈ കുട്ടി അങ്ങനെ എന്താവുക? നീ നുണ പറയരുത് എന്ന് പറയാം അമ്മ കുട്ടിയോട് പറയും. പക്ഷെ അമ്മ അടുത്ത വീട്ടിലുള്ള ഇവരോട് പറയുമ്പോൾ ഇല്ലാത്ത പൊങ്ങച്ചൊക്കെ വിളിച്ച് പറയുന്ന വെച്ചാൽ ഈ കുട്ടി എവിടാ നേരാവുക? ആദ്യം നമ്മൾ നന്നാവണം, നാടു നന്നാവുവാൻ. അതിനുള്ള മാർഗങ്ങളാണ് ക്ഷേത്രങ്ങൾ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇനി ക്ഷേത്രം എന്തിനെന്നുള്ളതൊക്കെ മറ്റൊരു വിഷയമാണ്. നമുക്ക് എത്ര സമയം പറഞ്ഞാലും ഇത് തീരില്ല. പക്ഷെ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. എനിക്ക് വയസ്സായി 80 വയസ്സ് കഴിഞ്ഞൊരു ചേച്ചി എൻ്റെ വീട്ടിലുണ്ട്. അവർക്ക് ഞാൻ ചെന്നിട്ട് വേണം ഭക്ഷണം എടുത്ത് കൊടുക്കാൻ, ഞാൻ ചെന്നിട്ട് വേണം ഗുളിക എടുത്ത് കൊടുക്കാൻ. എനിക്ക് മക്കളില്ല, കല്യാണം കഴിച്ചിട്ടില്ല. എൻ്റെ പണി ഇത് തന്നെയാണ്. പകല് പോസ്റ്റ്മാൻ്റെ പണിയാണ്. വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ക്ഷേത്രങ്ങളുടെ സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് പോവുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടായിരിക്കണമെന്ന്